ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ള. ഒരു പാർക്കിൽ പോയതാണ്. ഇത് പാർക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. തൊട്ടടുത്തുള്ള പാർക്കായിട്ട് ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഞാൻ നേരത്തെ ഒരു പാർക്ക്, ഇത് ഭയങ്കര ദൂരമുള്ളൊരു പാർക്ക്, ഒരു ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ പാർക്കിൽ പോയത്. അത് ഭയങ്കര ദൂരെയാണ്, പക്ഷെ എപ്പോഴും പോകുമായിരുന്നു. ഈ പക്ഷേ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാവരും കൂടെ 15th ഡേയിൽ പോകുന്നുണ്ട് ടൂറായിട്ട്. അപ്പം ഞാനും ജുവലും മെൽഗിയും ഒന്നും പോകുന്നില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ടൂറിനും പോകും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെന്നപ്പോഴേക്ക് എനിക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കുറേ കളിക്കാൻ സാധനമുണ്ട്. ഇവിടെ പക്ഷേ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നൊക്കെയാലും ഞാൻ ഹാപ്പിയാണ്. അമ്മയുടെ അടുത്തും പപ്പയുടെ അടുത്തും കുറേ നാളെ ഞാൻ പറയും, അമ്മ പപ്പ എന്നെ ഒവ്വട്ടം കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇവിടോട്ട് വന്നത്. ഇവിടെ ആണെങ്കിൽ എനിക്ക് കളിച്ചിട്ടും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ UKG LKG ഒക്കെയാണ്, പ്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ ആണിത്. അപ്പോൾ ഞാൻ ചുമ്മാ കയറി ഒന്ന് നോക്കിയതാണ് ഇത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നമ്മളിപ്പോൾ UKG കഴിഞ്ഞപ്പോൾ UKG ആണെങ്കിൽ അങ്ങ് കരുതിയാൽ മതി. അപ്പോൾ ഞാൻ അങ്ങ് പോയി കേളാം. അങ്ങനെ എൻ്റെ ബാക്കിൽ ഒരു ഹൗസ് ഉണ്ട്. അവിടെയൊക്കെ കയറി ഞാൻ കുക്കൊക്കെ ചെയ്തു. നല്ല രസമുള്ള ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെയൊന്നും ഇല്ല ഗൈസ്, അവിടെ ഫുഡൊന്നും വെച്ചിട്ടില്ല. ഞാൻ ചുമ്മാ കിടന്ന് അവിടെ കയറിയിട്ട് ഇത് കണ്ടോ, ഇപ്പം ഞാൻ കയറി അവിടെ എന്താ ഫുഡിൻ്റെ ഒക്കെ വെച്ചിട്ട് സാധനം ഉണ്ട്. അത് ഞാൻ താത്തിയിട്ട് എന്തൊക്കെയോ ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വല പോലത്തെ സാധനമുണ്ട്. അതിനകത്ത് പപ്പ ഞാൻ കയറിക്കൊണ്ടിരുന്നു, എനിക്ക് പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴേയും പപ്പനെ ഇതിൻ്റെ വല്ലതും കാര്യമുണ്ട്, വീട്ടിലിരുന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് എന്നെ കളിയാക്കി. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മളെ മനസ്സിൽ നമ്മൾ എന്തോ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ പോലെ. ഇതിൻ്റെ അകത്തെ ആനയുടെ അടുത്ത് കോള ഇടാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചുമ്മാ അതിനകത്ത് കാലും കയറ്റി, എനിക്കിത് ഗെയിം വല്ലതും അറിയാവും. ഞാൻ ചുമ്മാ കയറ്റി കാലും കയറ്റി ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഒച്ചാണോ വാറ്റയാണോ എന്തുവാണെന്ന് അറിഞ്ഞുകൂടെ, ഇങ്ങനെ നാക്കൊക്കെ നീട്ടിയിരിപ്പുണ്ട്. എനിക്ക് അതിൻ്റെ തല ഇച്ചിരി വലുതാണ്, പക്ഷേ എൻ്റെ തലയിൽ അത്ര വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് പറ്റുന്ന കേസല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് മാറിപ്പോയി. അതാണ് നിങ്ങളിപ്പോൾ ഈ സീന് കണ്ടത്. കട്ടയൊക്കെ വെച്ച് എനിക്കൊരു കൂട്ടുകാരൻ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയായിരുന്നു. ഇപ്പം ഞാൻ മീനിൻ്റെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കൂട്ടുകാരൻ അവിടോട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അവൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പോയി. അപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി. ഇതെന്തുവാന്ന് പോലും എനിക്കറിഞ്ഞു. ചുമ്മാ കിടന്ന് അറിയാത്ത സാധനങ്ങളൊക്കെ ചുമ്മാ കയറി അങ്ങ് കളിക്കുവാണ്. അത് മാത്രം ഇതൊക്കെ കണ്ടു, ഇതെല്ലാം UKG-ക്കാർ, ചിലതൊക്കെ UKG-യും LKG-യും ഒക്കെയാണ്. ഇതാണ് കേട്ടോ പാർക്ക്. ഞാൻ ഇപ്പോൾ ജിമ്മാണ്. ഞാൻ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ ഒക്കെ കാണിക്കുകയാണ്. എനിക്കിപ്പോൾ ശക്തിയൊക്കെ വന്നു അത് വലിച്ചപ്പോഴേക്കും. ഇതാണ് കേട്ടോ അത് പാർക്ക് എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഇത്രയുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. ഒരു കുഞ്ഞ വലയുണ്ട്. ഇത് വല എനിക്ക് പറ്റത്തൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു വേള വലയുണ്ട്. അതാണെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. ഇതും ടാസ്ക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഞാൻ ചുമ്മാ കുറേ മണിക്കൂർ കയറി ഇറങ്ങി നടന്നു. ഞാൻ ഇഷ്ടപ്പെട്ടു അങ്ങ് പോയി. കാല് വെള്ളമൊക്കെ വെച്ചിട്ടാണ് കയറി ഇറങ്ങുന്നത്. എനിക്ക് ചിരി വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹാപ്പി ആവാനുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ഞാൻ കുറേ ഉണ്ടായിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അവിടോട്ട് ചെന്നത്. പക്ഷേ ഉണ്ട്, അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണെങ്കിൽ എപ്പോൾ പാർക്ക് ചെന്നാലുള്ള സാധനമാണ്. എനിക്കിതിന് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനങ്ങ് ഇങ്ങനെ താരുമ്പോഴേക്ക് അങ്ങ് വീഴും. എനിക്ക് ചാടാൻ പോലും കിട്ടത്തില്ല. കണ്ടോ, ഇപ്പോൾ കണ്ടോ ഞാൻ വീണ കണ്ടോ, മോനെ നല്ല അടിച്ചേല് വീഴുന്ന പോലെയൊക്കെയാണ് ഞാൻ വീഴുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ചെന്നാലും എനിക്കൊരു താല്പര്യമില്ല ഇതിൻ്റെ അതോട് കയറാൻ. പിന്നെ കഷ്ടപ്പെട്ടെങ്കിലൊക്കെ കയറും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വല. ഇതല്ല കേട്ടോ, വേറൊരു വലയാണ്. ഇതാണെങ്കിൽ ടാസ്ക് ആണ്. അപ്പോൾ കാലൊക്കെ വേദന എടുക്കും. ഭയങ്കര ഒരു കമ്പിയൊക്കെ പോലെയാണ്. ഇതാണ് അവിടുത്തെ ചെളിയല്ല, ഒരു ട്രീ എന്ന് പറയാൻ പറ്റില്ല. ഒരു കുഞ്ഞ് ഇലയുടെ എന്തോ, ഇത് ഓറഞ്ചിൻ്റെ എന്തോ ഇലയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഇവിടെ ചുമ്മാ ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. നോണ്ട അവിടെ ഒരാളിങ്ങനെ ഊഞ്ഞാലാണെന്നുണ്ടോ, അത് കുഞ്ഞൊന്നുമല്ല ഗൈസ്, അതൊരു അമ്മയാണ്. അമ്മയെന്ന് മനസ്സിൽ കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അവിടെ ചുമ്മാ കയറി അങ്ങ് ഊഞ്ഞാലടിയപ്പോൾ നമ്മുടെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ ഒന്നുമല്ല, അവരുടെയൊക്കെ ഉണ്ട്. പിന്നെ
ആണെങ്കിൽ ഞാൻ പിന്നെ ഊഞ്ഞാലൊക്കെ അടിക്കൊണ്ടിരുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ പിന്നെ എന്നെ സഹായിച്ചൊക്കെ ചെയ്യും. എല്ലാത്തിനും സഹായിച്ചു അമ്മ. പിന്നെ എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിലും അമ്മ അറിയത്തില്ലെങ്കിൽ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ പയ്യെ കയറിയാൽ മതിയടാ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പയ്യെ കയറിപ്പോവും. നിങ്ങൾക്കാണെങ്കിൽ ഞാൻ ടാറ്റയൊക്കെ തരുന്നുണ്ട്, നിങ്ങളത് മൈൻഡ് പോലും ചെയ്യത്തില്ലടി. ഞാൻ കണ്ണൊക്കെ അടച്ചിട്ടാണ് ചിലത്തിൽ എനിക്ക് പേടിയുള്ളതിലെല്ലാം ഞാൻ കണ്ണടയ്ക്കും. ഇവൻ്റെ അടുത്ത് ഞാൻ എന്താ പറയുന്നത് അറിയാമോ? കുതിരേ പോ പോടേ എടേ പോടേ പയ്യെ നിൽക്കാനൊക്കെയാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ഇതാണ് എൻ്റെ പപ്പ പറയുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു, വീട്ടിൽ അങ്ങ് ഇരുന്നാൽ പോയായിരുന്നു. ഇന്നെങ്കിൽ ഇതാണ് പറയുന്നത്. എൻ്റെ പൊന്ന് കാശ്, ഇത് ഭയങ്കര പാടാണ്. പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, പക്ഷെ കയറി ഒന്ന് നിന്ന് നോക്കുക, അപ്പം അറിയാം അല്ലേ. അവരെന്തെങ്കിലും വേണ്ട, നമുക്ക് നമ്മളൊരു ടാലൻ്റ് ഉണ്ട്, അത് മതി അല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ പയ്യെ കയറി പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നില്ല. ഞാൻ കിടന്നു വീഴുന്നു എല്ലാം നോക്കി, എനിക്ക് കിട്ടുന്നേ ഇല്ല കേട്ടോ. കാരണം എൻ്റെ അത് സ്ക്വയർ ഷേപ്പിലൊരു കുഞ്ഞതോളെ. അപ്പോൾ എൻ്റെ മുന്നിൽ കൂടെ ഒക്കെ ചേച്ചിമാരെ മുമ്പ് എനിക്ക് നാണക്കേടാവുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ ഞാൻ ഇനി ഇവിടെ തന്നെ നിൽക്കുമല്ലോ ആക്കാണ്ട് നോക്കുന്നത്. എനിക്കാണെങ്കിൽ പിന്നെ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ ഒരു വിധിയിലാണ് ഞാൻ അവിടെ നിന്ന് ജയിച്ചു വന്നത്. ഭയങ്കര പാട് കേട്ടോ. നിങ്ങളൊന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഇതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മേളിൽ നിന്ന് നോക്കുമ്പോഴേ ഈസി ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ അവിടെ അകത്തോട്ട് കുറേ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല പേടിയായിരിക്കും. പേടി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞു. പേടിയൊന്നും കാണുന്നില്ല, ഭയങ്കര താഴോട്ട് ഭയങ്കര പേടിയായിരിക്കും. അതുമാത്രമല്ല തീരാറാകുമ്പോഴേക്കും ഒരു ആശ്വാസം കിട്ടും. എൻ്റെ പൊന്നെ തീർന്ന് അങ്ങനെയൊക്കെ. പിന്നെ ആണെങ്കിൽ ഞാൻ പയ്യെ കളിച്ച് ചിരിച്ച് ഒക്കെ നടന്നു. കാറിൻ്റെ ഞാൻ ഓടിച്ചു. പക്ഷേ ഇതിനകത്ത് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു റോഡുണ്ട്. റോഡ് എന്താണെന്നറിയാമോ? എൻ്റെ ബാക്കിൽ കണ്ടോ ഒരു മരത്തിൻ്റെ താരയായിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം കണ്ടോ, ഇതാണ് റോഡ്. റോഡിൽ കൂടെ ഇതെന്തിനാണ് റോഡ് വെച്ചിരിക്കുന്നത് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഇതാണെന്ന് വെച്ചാൽ ഒരു വണ്ടി ഓടിക്കാനുള്ള സ്പേസാണ്. നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ റോഡ് കാണാനില്ല. നമ്മൾ പപ്പയുടെ മമ്മയുടെ കൂടെ ടൂറൊക്കെ പോകുമ്പോൾ റോഡൊക്കെ കാണാനില്ല, അതുവഴിയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ തലയിലൊരു ചുവപ്പ് കളർ കണ്ടോ, അതെന്താണെന്നറിയാമോ? അവിടെ ചെന്ന് കാല് കുത്തിയിലടേ. ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ. ഒന്ന് ചെന്ന് കാല് കുത്തിയില്ല, അപ്പോഴേക്ക് ബോധത്തല്ലി താഴെ കിടന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ കളിക്കാൻ വേണ്ടി കയറുന്ന ടൈമിൽ ഒരു മണ്ണിലോട്ട് എവിടോട്ട് ഞാൻ വീണു. അപ്പോൾ വീണപ്പോൾ തല അങ്ങ് ഇടിച്ചാണ് വീണ്. അപ്പോൾ പപ്പയും അമ്മയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ എന്തോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ടൈമിലാണ് ഞാനങ്ങ് വീണത്. അപ്പോൾ ഞാൻ കരഞ്ഞു വിട്ടു. ശരിയാണ്, എല്ലാവരും കാണുന്നുണ്ടായിരുന്നു, അത് കണ്ടോയെന്ന് അറിയാഞ്ഞൂടാ. എന്തൊക്കെയാലും വീണു. അങ്ങനെ ഛർദ്ദിച്ചത് 2 ടൈം ഛർദ്ദിച്ചു. എനിക്ക് ഭയങ്കര വയ്യായ്മയായിരുന്നു. 4 കയറി ഞാൻ കളിച്ചു. എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കളിച്ചു കേട്ടോ. പിന്നെ ഇതുവഴിയൊക്കെ കുറേ വഴിയുണ്ട് കേട്ടോ. നമ്മൾ ഇതുവഴി ചെല്ലുവാണെങ്കിൽ വേറെ കേട്ടോ, അതുവഴി വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ചെന്നത്. ഇത് പേടിയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് റോഡ്, ഇതുവഴിയാണ് നമ്മൾ ഓടിക്കേണ്ട വണ്ടിയല്ല. നമ്മളല്ല കേട്ടോ ഇത് ഓടിക്കുന്നത്, നമ്മൾ തന്നെ അല്ല ശരിക്കും പറഞ്ഞത് ഇത് ഓടിക്കേണ്ട. ഒരു ചേട്ടനെ അവിടെ കിടന്ന് കണ്ട് ഇങ്ങനെ ഒരു ഗെയിമിൻ്റെ അകത്ത് കളിക്കുന്ന പോലെ ഒരു സാധനമുണ്ട്. അങ്ങനെ ഇങ്ങനെ വെച്ച് പോകുമ്പോഴേ നമ്മൾ പയ്യെ അങ്ങ് ഓടിപ്പോവും. അപ്പം റിമോട്ടാണ് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ അങ്ങ് ചുമ്മാ ഷോയ്ക്ക് വേണ്ട ഞാനങ്ങനെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചു അവരങ്ങ് ഓടിച്ചോളും. പക്ഷെ ഞാനൊരു ബ്ലോക്കിൽ പെട്ട് കഴിച്ച ഒരു അപകടം എന്ന് പറയാം. എൻ്റെ കാറൊക്കെ പഞ്ചറായിപ്പോയി. ഞാൻ പിന്നെ അതൊക്കെ ശരിയാക്കിയിട്ടാണ് പോയത്. എന്തൊക്കെയായാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കാറൊക്കെ പഞ്ചറായി ഞാൻ ശരിയാക്കിയിട്ട് പിന്നെ അങ്ങ് ഓടിച്ചു പോയി. റിപ്പയറിൻ്റെ അവിടെയൊക്കെ കയറിയിട്ടാണോ എൻ്റെ കണ്ടോ, എൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ രാവിലെ ആയാലും ഇങ്ങനെ മിന്നി നിന്നുകൊണ്ടിരിക്കും, അടയത്തേ ഇല്ല. എൻ്റെ അങ്ങനെയുള്ള ഒരു ലൈറ്റാണ് ഇത്. എന്തിനാ ആ സാധനം വെച്ചിരിക്കുന്നത്? മാളിൽ കൂടെ കയറിയിട്ട് താരോട്ട് ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാകത്ത പോലുമില്ല എന്തിനാ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ചിലതൊക്കെ മനസ്സിലാവും. എനിക്കാണെങ്കിൽ കാറേ ഓടിക്കാറിഞ്ഞു. അവിടോട്ടും ഇവിടോട്ടൊക്കെ തട്ടുകയും മുട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ അങ്ങ് പോവുക. എന്താ പറയാനാന്നേ. ഞാൻ തുമ്പി അടച്ച പാർക്ക് അതാണ്. അവിടെ ചെല്ലുമ്പോഴേ ഷോർട്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഗ്രൗണ്ടാണ്. ഇവിടെ ചെന്ന സ്വിമ്മിംഗ് പൂളുണ്ട്, ഗ്രൗണ്ടുണ്ട്. ഇവിടെ എന്ത് വേണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം, എല്ലാം കളിക്കാം. ഇതാണ് കേട്ടോ. ഇത് മുകളിലൊക്കെ നമുക്ക് പിള്ളേർക്ക് പറ്റുന്ന മുകളിലൊന്നുമില്ല, പക്ഷേ വലിയവർക്കൊക്കെ വരുന്നതുകൊണ്ടോ
കണ്ടോ വലിയവരൊക്കെ കയറുന്നു. അതൊക്കെ വലിയവർക്കുള്ളതാണ്. നമുക്കതൊന്നുമില്ല. നമുക്ക് വീര് പോകാൻ താഴോട്ട് നോക്കുമ്പോൾ പേടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊന്നും അതില്ല. വലിയവർക്കൊക്കെ അതൊക്കെ അവർ ചീപ്പിക്കത്തുള്ളൂ. നമ്മൾ പിള്ളേർ മാത്രം കളിച്ചാൽ മതിയോ എന്നാണ് അവർ ഇടാൻ. പിള്ളേർ മാത്രം കളിച്ചാൽ മതി, വലിയവർക്കും കൂടെ കളിക്കേണ്ട സാധനമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുകൊണ്ടടാ ഒരു ചെറുക്കം കുറിപ്പോന്ന് എനിക്ക് ചിരി വരുന്നത്. ആദ്യമായിട്ടാണ് അവിടെ കയർ വെച്ചിട്ടുണ്ട്. അവിടെ കയർ കണ്ടോ, ബാക്കിലായിട്ടൊരു കുഞ്ഞ കയർ കണ്ടോ, അത് നമ്മളെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരാൾ പിടിച്ചിട്ടുണ്ട് നമ്മളെ കയർ. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു കയർ പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കയറിൽ കൂടെ പയ്യെ വരും. ഇത് കണ്ടോ, ഇത് അച്ഛൻ എക്സസൈസ് ഒക്കെ ചെയ്യുവാണ്. ഇപ്പം ചുമ്മാ ചെയ്യുവാണ് കേട്ടോ, ചുമ്മാ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഊഞ്ഞാലാടുവാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഞാനും കൂടെ ചെയ്തോട്ടേന്ന് ചോദിച്ചതാണ്. അപ്പോൾ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ഒറ്റക്കാലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ ഇതുണ്ടോ കേട്ടോ, ഇങ്ങനെ എന്നൊക്കെ എങ്ങനെയൊക്കെയോ കാണിക്കുന്നതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചുമ്മാ ലൈനപ്പായിട്ടാണ് അച്ഛൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ ചുമ്മാ ഇങ്ങനെ ഊഞ്ഞാലാടുവാന്ന് തോന്നുന്നു. ചിലതൊക്കെ ഊഞ്ഞാലാടുന്നു, ചിലതൊക്കെ അതുകൊണ്ട് ഇതാണ് ഊഞ്ഞാലാടുന്നത്. അപ്പം ഞാൻ അച്ഛനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒച്ചിനെ പോലെ. ഒച്ചക്കയില്ല, ഇങ്ങനെ ഒരു മരത്തിൽ തൂങ്ങി കിടന്ന് പയ്യൊക്കെ അല്ലേ ഒച്ചക്ക എഴുതുന്നത്. സൂര്യതാമയാണ്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടിരുന്നപ്പോഴും അത് വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ചെയ്തു. ഇങ്ങനെ ഉണ്ടോ, അത് നടക്കുവാണോ, ഓടുവാണോ നടക്കുവാണോ എന്ന് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റിൽ പറയണേ. തോടുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതോ നടക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആദ്യമായിട്ട് ഇത്രയും വലുതായിട്ട് ഒരാൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ചില ആൾക്കാരൊക്കെ പയ്യല്ലേ നമ്മൾ നടക്കത്തുള്ളൂ, പക്ഷെ ഇത് ഇത്രയും വലുതായിട്ട് നടക്കുന്ന ഒരാൾ ആദ്യമായിട്ട് ഞാൻ കാണാം കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നിൽക്കുക, ഇവരെപ്പോൾ തീരുമെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഇതാണ് സൈക്കിള്, നമുക്ക് സൈക്കിളൊക്കെ ഓടിക്കാം. പക്ഷേ ഇതുണ്ട് സൈക്കിളല്ല ഗൈസ്, ഇത് നമ്മൾ പുഷപ്പ് എന്ത് സാധനം കുറേ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, ഇതൊക്കെ വലിയവർക്കുള്ളതാണ്. ഞാനാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ വിചാരം എനിക്ക് ശക്തി ഉള്ളതെന്നാണ്, അച്ഛൻ ശക്തിയേ ഇല്ലെന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ പൊക്കുന്നതുകൊണ്ടാണ് അച്ഛനെ നല്ല രീതിക്ക് പൊക്കാൻ പറ്റുന്നത്, അല്ലാണ്ടൊന്നും അല്ലെന്ന് പറഞ്ഞു. എന്നും അച്ഛനും പറഞ്ഞു. ഞാനാണെങ്കിൽ ഇങ്ങനെ പൊക്കി കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പറ്റുന്നോടില്ല, താങ്ങാൻ പറ്റുന്നില്ല ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് അറിവിട്ടരും. എൻ്റെ സബ്സ്ക്രൈബർ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് അത് വീഡിയോ എടുത്തത്. ഇത് പാർക്കിൻ്റെ ഇവിടെ നിന്നാണ്, ഈ സ്ഥലത്തു നിന്നാണ് ഞാൻ ചൂട്ടിക്കറങ്ങുന്നത്. ഇത് മരത്തിൻ്റെ അവിടെ വെച്ചാണ് ഞാനൊരു വീഡിയോ എടുത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം സബ്സ്ക്രൈബറിനെ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാണ് ഇരിക്കട്ടെ എന്ന് മനസ്സിലാക്കണ്ടേ. അപ്പം ഞാൻ പിന്നെ ആണെങ്കിൽ ഇത് അച്ഛനാണെങ്കിൽ ചുമ്മാ സൈക്കിളും ഇതും കാറും എല്ലാം ഓടിക്കുന്നുണ്ട്. പല ആൾക്കാരും ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ട് പിള്ളേരുടെ കൂടെ ഒക്കെ സംസാരിക്കുകയാണ്. ഒരു കുഞ്ഞു ചെറുക്കനുണ്ടായിരുന്നു ബാക്കിൽ, കുഞ്ഞവനാണെങ്കിൽ എൻ്റെ കൂടെ സംസാരിക്കാൻ ഹാങ് പറ്റുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ ചെന്നാലും വളാമോനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഹാങ് ഔട്ടിൽ നിന്ന് എനിക്ക് ഞാനൊരു ശനിയും സൺഡേയും സാറ്റർഡേ അവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്, നമുക്ക് കളിക്കാനൊക്കെ പറ്റും. ഞാൻ കളിച്ച് അതിൻ്റെ അകത്ത് എനിക്ക് 2 ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്കൊരു ബോട്ട്സാണ് കിട്ടിയത്. എനിക്ക് നല്ല സന്തോഷമായി. പിന്നെ അവിടെ ഇവിടെ കുറച്ച് കളിക്കാൻ സാധനങ്ങളേ ഉള്ളൂ, പക്ഷെ അവിടെ ആണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോഴേക്കും ഒരു രസം ഉണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇഷ്ടപ്പെട്ടു. തൊട്ടടുത്താണ്, ഇവിടെ വീണ്ടും തൊട്ടടുത്താണ് കേട്ടോ. പിന്നെ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എനിക്ക് കരുതിക്കൊണ്ട് ഇനി അടുത്ത വർഷം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.